സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾക്ക് ആവശ്യമായതെന്തെന്നറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് പകൽ കരുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കൺമുൻപിൽ വെളിപ്പെടാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം മറച്ചു വെച്ചിരിക്കുന്ന നന്മകളാണ്. അതിന്ന് പകൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ഈ ലോകത്തിലെ മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഈ ഭൂമിയെയും ആകാശത്തെയും അതിലുള്ള ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെക്കാൾ വലുതല്ലല്ലോ ഈ ഭൂമിയിലുള്ളതൊന്നും. ദൈവം നമുക്ക് തന്നത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ എത്രത്തോളം വിലമതിക്കുന്നുണ്ട്? ദൈവം നമുക്കിട്ട വില എന്താണ്? തൻ്റെ പുത്രന് തുല്യമായി പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപത്തെ മുഴുവനും പുത്രന്റെ മേൽ ചുമത്തി. നാം മരിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്നെങ്കിൽ അവനോടുകൂടെ സകലവും നൽകിത്തരും. എന്താണ് ഇന്ന് പകൽ നിങ്ങളെ വീണ്ടും നിരാശപ്പെടുത്തുന്നത്? വീണ്ടും നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് എന്താണ്? ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായത് എന്തെന്നറിയുന്ന പിതാവ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. വയലിലെ താമരയെ നോക്കുവിൻ, ആകാശത്തിലെ പറവയെ നോക്കുവിൻ. അവയെ എത്രത്തോളം പുലർത്തുന്നതും ചമയിക്കുന്നതും ദൈവമാണെങ്കിൽ അവയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. സ്വന്തം പുത്രനോടുകൂടെ ഇന്ന് പകൽ അവൻ സകലവും നൽകിത്തരും. ദൈവത്തിൻ്റെ വിചാരത്തിൻ്റെ ആഴം ഇന്ന് പകൽ നിങ്ങൾ കാണും. വചനത്തെ വിശ്വസിച്ചേറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.